ചില ഡ്രസ് എന്ന് പറഞ്ഞവരെ ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ഈശോയുടെ ഉയിർപ്പിനെ കുറിച്ചുള്ള സുവിശേഷ ഭാഗം തന്നെയാണ്. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ രാത്രിയിലും ഉയിർപ്പ് തിരുനാളിന്റെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു കേൾക്കും. ഈശോയുടെ ഉയിർപ്പിന്റെ സന്ദേശം അടങ്ങുന്ന സുവിശേഷ ഭാഗമാണ്. ഇവിടെ പറയുകയാണ്, അതിരാവിലെ ഈശോയുടെ മൃതദേഹത്തില് സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വന്നിരുന്നു എന്ന് പറയുകയാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ സ്ത്രീകൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ ശരീരത്തിന് സുഗന്ധ തൈലം പൂശാനായിട്ട് വന്നിരുന്നു. അവിടെ ചെന്നപ്പോ ഇവിടെ ഇപ്രകാരം പറയുകയാണ്, സുവിശേഷത്തിൽ പറയുകയാണ്, ഒരു ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്റെ മുകളിൽ ഇരുന്നു എന്ന് പറയുകയാണ്. ഒരു ശവകുടീരത്തിലെ കല്ലുരുട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ പ്രതീകമാണ്. എന്നാൽ കല്ലുരുട്ടി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഉത്ഥാനത്തിന്റെ പ്രതീകമാണ് എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഒരു ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്റെ മേലിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആധികാരികമായിട്ട് എന്തോ പറയാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഈ ദൂതൻ ഈ സ്ത്രീകളോട് പറയുകയാണ്, ആദ്യം പറയുന്ന കാര്യം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ആദ്യം പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈശോയാണ് അന്വേഷിക്കുന്നത് എനിക്കറിയാം, പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഉദ്ധാനത്തിന്റെ വാർത്തയ്ക്ക് മുമ്പേ സ്വർഗം നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ്? ഭയപ്പെടേണ്ട. കാരണം എന്താണ്? ഇനി ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവൻ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈശോ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു, അത് കാരണം ഭയം കൂടാതെ എനിക്കിനി ജീവിക്കാം എന്നുള്ളതാണ്. ആ ഒരു സന്തോഷത്തില് ഇവര് മറ്റുള്ള ശിഷ്യന്മാരെ ഈ കാര്യം അറിയിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ഇത് നൽകുന്ന ഈ ഒരു ആത്മവിശ്വാസവും സന്തോഷവും നമ്മുടെ ജീവിതത്തില് എന്നും ഉണ്ടാകാനായിട്ടുള്ള ഒരു കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്